നമ്മളൊന്ന് അടിയന്തരമായിട്ട് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ആനപ്രേമി സംഘമായിട്ട് നമ്മുടെ ഫേസിന്റെ ഭർത്താവ് ജക്സുമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങളാണ്. പ്രധാനമായിട്ട് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവര് ജക്സിനെ ടാർഗറ്റ് ചെയ്ത് കൊണ്ട് തന്നെയാണ് ഇത് ആക്രമണം അടിച്ചു വിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. ഒരു ആന അത് വെറും ഒരു റൂമറായിട്ടുള്ള കാര്യമല്ല. അവിടെ എലിഫന്റ് സ്ക്വാഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുണ്ട്. അവിടെ ഫോട്ടോ എടുക്കേണ്ടത് ആവശ്യമാണ്, അത് ചാനലിലൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. അത് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പാണ്, ഏതാനും ദിവസം മുമ്പാണ് അന്നവനടയിൽ ഇതുപോലൊരു ആന ഒരാളെ ആക്രമിച്ചതായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ജനങ്ങളുടെ ജീവനും ഇതിനൊക്കെ അപകടം ഉണ്ടാകുന്ന കാര്യമാണ്, അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്, അത് സംശയമില്ല. അപ്പോൾ അതിനെ തടഞ്ഞത് ആരായാലും നമുക്ക് വാർത്തകളൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരെയും നമ്മൾ അപമാനിക്കാനോ അല്ലെങ്കിൽ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടോ അല്ല. ഇങ്ങനെ സംഭവം ഉണ്ടായിന്ന് അറിഞ്ഞു, എലിഫന്റ് സ്ക്വാഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആനയ്ക്ക് മതപ്പാടിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതൊക്കെ റെക്കോർഡ് ചെയ്യണം. കാരണം അത് ജനങ്ങളെ അറിയിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യം മാധ്യമധർമ്മമാണ്. മാധ്യമധർമ്മമാണ് ജക്സ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെ പ്രകോപനപരമായിട്ട് ഇടപെടാണ് ഈ ഇവർ ചെയ്തിട്ടുള്ളത്. അത് ഈ കാര്യത്തിലല്ലെങ്കിൽ വേറെ കാര്യത്തിലായാലും അവരങ്ങനെയൊക്കെ ഇടപെടും. അത് നമുക്ക് പറ്റില്ല. കാരണം തന്നെ നമുക്ക് അങ്ങനെയാണെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകാനായിട്ട് പ്രയാസമാണ്. നമ്മൾ ജക്സ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഒരു ബന്ധപ്പെട്ട ആള് വർഷം ചമ്പക്കര അതുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അദ്ദേഹത്തോട് അനുമതി ചോദിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പോലും എതിർക്കേണ്ടതാണ്. അങ്ങനെ ചെയ്തില്ല, അപ്പൊ അനുമതി കൊടുത്തതാണ്. അപ്പൊ അങ്ങനെ അനുമതി കൊടുത്തിട്ടുണ്ട്. ഒരു വ്യക്തിയെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ വീഡിയോ ചിത്രീകരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് മാധ്യമ ധർമ്മത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെതിരെ പ്രതിഷേധിക്കണം. അതിനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. കാരണം ആനയും അമ്പലങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും വരുന്നതാണ്. നമുക്കവിടെ ആനയുണ്ട്, അല്ലെങ്കിൽ അമ്പലക്കാരാണ്, അല്ലെങ്കിൽ പള്ളിക്കാരാണെന്നൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് വാർത്തകൾ ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. വെടിക്കെട്ടിനോ അല്ലെങ്കിൽ ആന അടഞ്ഞാലോ ഒക്കെ സത്യസന്ധമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അത് ഒരു മതത്തിന്റെ ആളാണ്, ഞാനൊരു മതത്തിന്റെ ആളാണ്, നിങ്ങളൊക്കെ ഒരു മതത്തിന്റെ ആളായിരിക്കാം. പക്ഷെ ആ മതമൊന്നും അല്ല. അവിടെ ആപത്ത് നേരിടുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവന്റെ രക്ഷയാണ് പ്രധാനം. അപ്പൊ അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിനെ തടസ്സപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പൊ ആ തടസ്സപ്പെടുത്തിയ ആളുകൾ കൊണ്ട് മാപ്പ് പറയണം. അതല്ലെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കണം. കേസ് എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ എന്താണ്, ജാമ്യമില്ല പ്രകാരമാണ് കേസ് എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ കേസ് എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അതിനു വേണ്ടിയുള്ള നടപടികളിലേക്ക് നമ്മൾ നീങ്ങണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു കയറ് കെട്ടിയവര് ഇങ്ങനെ അപകട ഏരിയ എന്നൊക്കെ പറഞ്ഞവിടെ അനുവാദമൊക്കെ ചോദിച്ചിട്ട് വേറെ സൈഡിൽ കൂടെ പോയി അതിന് മറികടന്നൊന്നുമില്ല, അങ്ങനെ പോയി. അപ്പോ അത് എടുത്തിരിക്കുന്ന സമയത്ത് ഒരാൾ ഒന്ന് ഭീഷണിപ്പെടുത്തി ഇത് എടുക്കാൻ പാടില്ല. അപ്പോ കാരണം അന്വേഷിച്ചപ്പോ അതിനു മുമ്പ് എവിടെയോ ഒരു ആനനെ സംബന്ധിച്ച് വാർത്ത കൊടുത്തു. അതിന്റെ പ്രതികാരം തീർക്കൽ പോലെ ആയിന്നാണ് ജക്സ് പറയുന്നത്. അതിനുശേഷം തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര ആക്ഷേപകരമായ സംസാരമൊക്കെ ഉണ്ടായി. തിരിച്ചു വരുന്ന സമയത്ത് വണ്ടിയുടെ താക്കോല് വേറെ ടീം ഒന്ന് ഊരി കൊണ്ടുപോയി, അവിടെ തർക്കായി. അത് കഴിഞ്ഞ് പിന്നെ വർഷം ചമ്പകരനെ ചെന്ന് ജക്സ് കണ്ടു. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിയോട് പോണ സമയത്ത് പുള്ളിയോട് ചോദിച്ചെന്ന് പറയണേ, അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ചമ്പകരം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവര് ഇത് താക്കോല് തിരിച്ചു കൊടുക്കലും ആള് ജക്സ് തിരിച്ച് അതിൻ്റെ ഉള്ളിൽ രക്ഷപ്പെട്ടു പോരല്ലോ. അല്ലെങ്കിൽ ഒരു പക്ഷെ ദേഹോപദ്രവം വരെ ഉണ്ടാവുന്നുള്ള സാഹചര്യത്തിലും ജക്സിലൂടെ വിവരിച്ചേ. അപ്പൊ ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് തീർത്തും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഈ കുറെ കാലമായിട്ട് എലിഫന്റ് സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മൊത്തം ഏതാണ്ട് ഈ അമ്പലപ്പറമ്പ് ഉത്സവപ്പറമ്പുകൾ മാത്രമല്ല നാട് മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ വരുന്നത്. അവർക്ക് എന്താവാം എന്നുള്ളൊരു സാഹചര്യം ഇങ്ങനെ പൊതുവെ വരുന്നുണ്ട്. അവരാരെയും മെക്കിട്ട് കയറും, ചോദിക്കാൻ പാടില്ല, അവർക്ക് ഭയങ്കര അധികാരങ്ങളുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് അവര് പൊതുവെ എല്ലാ ക്ഷേത്രങ്ങളിലും അവരുടെ ഒരു നിലപാട് അങ്ങനെയാണ്. അത് തീർച്ചയായിട്ടും ശരിയായ ഒരു കാര്യമല്ല. ഈ നാട്ടിൽ നീതിയുണ്ട്, നിയമമുണ്ട്, എല്ലാം ഉണ്ട്. അതിന് അർത്ഥം എല്ലാവരും പെടണം നമ്മള്. അങ്ങനെ ആ സമൂഹത്തിൽ അങ്ങനെ വരുമ്പോ അവർക്ക് മാത്രം പ്രത്യേക അധികാരമൊന്നുമില്ല.
ഇത് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോണ മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതി എന്ന് പറയുമ്പോ ഇന്നത് നമ്മളൊരു പ്രതിഷേധങ്ങൾ ശക്തമായിട്ടുള്ളവർ ചെയ്തില്ലെങ്കിൽ നാളെ വീണ്ടും ആവർത്തിക്കപ്പെടും, ഉറപ്പാണ്. ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ പോരാട്ടം ചെന്നപ്പോൾ രൂക്ഷമായിട്ടുള്ള സംസാരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഇത് വാർത്ത കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു. അമ്പലക്കാര് നമ്മുടെ ആളുകളിലൂടെ പത്രസമ്മേളനം നടത്തിയിട്ടൊക്കെ ശരി, പക്ഷെ വാർത്ത കൊടുക്കരുതെന്ന് നിഷേധിക്കുക അങ്ങനെ പറയാൻ അവർക്ക് അവകാശമില്ല. അവിടെ അത് നേരെ ഇപ്പൊ ഇത്ര സംഭവം വലിയൊരു സംഭവം തന്നെ അവിടെ നടന്നു കഴിഞ്ഞു. ഇത് കുത്തുക ആളെ വേറെ ഏതെങ്കിലും ഭാഗത്ത് കിട്ടി, കാലിന്റെ മേലെ ഉള്ള സ്ഥലത്ത് കുത്തിയിട്ട് പറഞ്ഞാൽ ഇയാൾ മരിച്ചില്ലേ. അപ്പൊ അത് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അത് ഒട്ടും ഇതല്ല. ഇത് ഇവരുടെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് കാലാവസ്ഥയില് ആനകളെ വളരെ വെയിലുള്ള സമയമാണ്, ഭയങ്കര ചൂട് കൂടിയിരിക്കുന്നത്, മനുഷ്യർക്കൊക്കെ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ ജീവികൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാവുന്ന സമയമാണ്. അപ്പൊ അതനുസരിച്ച് അതിന്റെ മുൻകരുതലൊക്കെ എല്ലാവരും സ്വീകരിക്കണം. ഈ ആനനെ വിടുന്ന ആളുകൾ പ്രത്യേകിച്ച്. അപ്പൊ ആനയുടെയും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ പ്രത്യേകിച്ച് മതപ്പാടിന്റെ ആ കാര്യങ്ങള് ഇവര് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ ഏകദേശം മനസ്സിലാവണേ. ഈ പ്രത്യേകിച്ച് ഈ ചൂടുള്ള സമയത്ത് മതപ്പാട് മാറാത്ത ആനകളെ കൊണ്ടുവരുമ്പോ ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. വളരെ പ്രശ്നമുള്ള കാര്യമാണ്. ഇതുപോലെ ഇവര് വേറെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇപ്പൊ ഈ മറ്റേ എന്തൊക്കെ ആന റോബോട്ടോ ആ ആനകളൊക്കെയാണ് പ്രതിഷേധത്തിന് പറഞ്ഞത്. ഇവർക്ക് അതിന് വലിയ പ്രതിഷേധമുണ്ട്. ഇത് അത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് കാലത്തിന്റെ വരെ മാറ്റങ്ങളല്ലേ. അപ്പൊ അത് ആ രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് തിരിച്ചും പത്രപ്രവർത്തകർക്ക് മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നാട്ടിൽ വേണം. അപ്പൊ ഈ സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളിലേക്ക് നമ്മൾ അതിന്റെ എന്താ വെച്ചാൽ നിയമ നടപടികൾ കാര്യങ്ങൾക്ക് നമ്മൾ അധികൃതരെ സമീപിക്കണം. നമ്മുടെ ഭാഗത്ത് വേണമെങ്കിൽ പരാതി കൊടുക്കാം. അത് ആലോചിച്ച് എന്താ വേണമെങ്കിൽ ചെയ്യണം. ഈ മറ്റേ ഇത്ര ഉണ്ടായ സംഭവത്തില് ജക്സിന് നേരെ ഉണ്ടായ അതുപോലെ നേരത്തെ എന്തോ പറഞ്ഞതുണ്ടല്ലേ, നമ്മള് കണക്കിലെടുത്തുകൊണ്ട് ഇതിനെതിരായ ശക്ത പ്രതിഷേധം ഏർപ്പെടുത്തണം, ഒരു പരാതിയും കൊടുക്കണം എന്നൊക്കെ എന്റെ അഭിപ്രായം. വ്യതിക്രമം മാധ്യമ പ്രവർത്തനത്തിന് ഒരു വെല്ലുവിളി തന്നെയാണ്. എത്രയോ സ്ഥലങ്ങളിൽ ആനകൾ ഇടയുകയും അതൊക്കെ വാർത്തകൾ എടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഡ്യൂട്ടിയാണ്. ഇപ്പൊ ഇന്നൊരു പത്രപ്രവർത്തകനെ തടഞ്ഞാലും ധാരാളം പത്രങ്ങളും ചാനലുകളും ഇന്ന് വാർത്തകൾ കൊടുക്കും. ഞാൻ ചെന്ന അവസരത്തിൽ തന്നെ ഞാൻ ഈ സംഭവ സ്ഥലത്തേക്ക് പോയിരുന്ന ആളാണ്. അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ മാതിരിയുള്ള ആളുകള് എന്നോടും സംസാരിച്ചു, ഇത് വാർത്ത കൊടുക്കരുത്, വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊരാള് ഇത് എടുക്കാതിരുന്നുകൊണ്ട് എന്ത് കാര്യം? ഇന്ന് എത്രയോ ചാനലുകളും എത്രയോ പത്രങ്ങളും ഇന്നുണ്ട്. ഒരാളെ തടഞ്ഞുകൊണ്ടൊന്നും ആവില്ല, മനസ്സിലായോ? അപ്പൊ നിങ്ങള് തടയലിലൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവര് പറയുന്ന രീതിയിൽ അവരോട് എതിർക്കാനും നിന്നില്ല. ഞാൻ ഇങ്ങോട്ട് മാറിപ്പോന്നു. ഞാൻ എൻ്റെ ഡ്യൂട്ടിയൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്തു. വാർത്ത അതിന്റെ ഫോട്ടോ എടുക്കലും ആനയുടെ ഒക്കെ ഫോട്ടോ എടുത്തു. അതിനാരും തടഞ്ഞില്ല. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാല് ഇതൊക്കെ ആനടയ എന്നുള്ളത് ഇത് പല സ്ഥലത്ത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതേ സംബന്ധിച്ചുള്ള വാർത്ത കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പത്രപ്രവർത്തകരുടെ ഡ്യൂട്ടിയാണ്. അത് തടയാന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനത്തിനുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്ന ഒരു സംഭവമാണത്. എന്തായാലും ഇത്തരം സംഭവങ്ങളെ നമ്മൾ ഒരിക്കലും വെച്ച് പൊറപ്പിക്കരുത്. ഇതിനെതിരായിട്ട് കർശന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏത് ആനയാണ് പ്രകോപനമായിട്ടുള്ള ഇതുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റമ്പലങ്ങളിലേക്കൊക്കെ ഈ ആനന എടുക്കാത്ത അവസ്ഥ വരും. അപ്പൊ അതിന്റെയും കൂടി ഭാഗമായിട്ടായിരിക്കണം ഇവരിന്ന് ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പറയാൻ കാരണം ആനയുടെ ഏക്കം കുറയുന്നുള്ളതിനാണ് വിഷയം. അപ്പൊ ഈ മതപ്പാടുള്ള ആനേനെ അവിടെ കൊണ്ടുവന്നെങ്കിൽ അതിന് വേണ്ട വിധത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. നമ്മൾ എന്തായാലും നമ്മൾ ഈ ഉണ്ടായ സംഭവം എന്താ വെച്ചാൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യാൻ വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു പത്രപ്രവർത്തനം നേരിട്ടായിട്ടുള്ള കയ്യേറ്റ ശ്രമം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് പോലീസ് തലങ്ങളിലായാലും ഇനി അതോടൊപ്പം തന്നെ വനംവകുപ്പായിട്ട് ബന്ധപ്പെട്ട് അതില് CCF അടക്കമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഈ സംഭവം ഉണ്ടായതിന്റെ പേരിൽ നമുക്ക് പരാതികൾ കൊടുക്കേണ്ട എല്ലാ തലങ്ങളിൽ പരാതി കൊടുക്കാൻ പറ്റും. ആ തലങ്ങളിൽ കൊടുക്കണം. മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ വിഷയത്തിൽ പരാതി കൊടുക്കണം, നടപടി ഉണ്ടാക്കണം. നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം പ്രസ് ക്ലബ് ഏറ്റെടുക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.